നമസ്കാരം. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുവെന്ന ശക്തമായ ആരോപണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംശയനിഴലിൽ നിർത്തി വീണ്ടും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടി ക്യാമ്പയിന് തുടക്കമിട്ടു. ഇതിനായി വോട്ട്ചേരി.in എന്ന പേരിൽ വെബ്സൈറ്റിന് തുടക്കം കുറിച്ചു. വെബ്സൈറ്റിൽ വോട്ട്ചേരി പ്രൂഫ്, ഡിമാൻഡ് ഈസി അക്കൗണ്ടബിലിറ്റി, റിപ്പോർട്ട് വോട്ട്ചേരി എന്നിങ്ങനെ 3 ഓപ്ഷനുകളുണ്ട്. ഇതിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതേപ്പറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാവുന്നതാണ്. കോൺഗ്രസ് ആണ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയിലൂടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നു. ജനങ്ങൾക്കായി ഒരു സന്ദേശവും പോർട്ടലിൽ പങ്കുവെക്കുന്നുണ്ട്. വോട്ട് ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും എന്നാൽ നിലവിൽ അത് അങ്ങനെയല്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ BJP ഇതിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്നതിനായി ബംഗളൂരു സെൻട്രലിൽ മാത്രം 1 ലക്ഷത്തോളം വ്യാജ വോട്ടുകളാണ് പിറന്നത്. ഇത് 70 മുതൽ 100ഓളം സീറ്റുകളിൽ സംഭവിച്ചതായി സങ്കല്പിച്ചു നോക്കൂ. അത് സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു. വോട്ടർമാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ച് വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ തേടി വോട്ട്ചേരി പോർട്ടൽ ആരംഭിച്ചാണ് ദേശവ്യാപക പ്രചരണത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചത്. രാഹുൽ ഗാന്ധി എന്ന വെബ്സൈറ്റ് ഡൊമൈൻ അനുബന്ധമായി വോട്ട്ചേരി എന്ന പോർട്ടൽ ആരംഭിച്ചാണ് ജനങ്ങൾക്കിടയിലെ പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് ചുവടുവെച്ചത്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് രാജ്യത്തെ ജനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പിന്തുണ നൽകാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്. വോട്ട് കൊള്ളയുടെ ഗുരുതരമായ വശങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദേശമാണ് ഇതിനൊപ്പം നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ തട്ടിപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP നേതൃത്വം നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. പൊതുജനങ്ങൾക്ക് വോട്ട്ചേരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകളുടെ പകർപ്പുകൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും വെബ്സൈറ്റിൽ സൗകര്യമുണ്ട്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് പിന്തുണ നൽകാനും വോട്ട് കൊള്ള സംബന്ധിച്ച സ്വന്തം അനുഭവങ്ങൾ രേഖാമൂലം പങ്കുവെക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 0956000342 എന്ന നമ്പറിൽ മിസ് കോൾ അടിച്ച് വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രചാരണത്തിലും പങ്കുചേരാം. ഉടൻ തന്നെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള SMS സന്ദേശം ആ നമ്പറിൽ ലഭിക്കും. ഇതോടനുബന്ധിച്ച് വോട്ട് കൊള്ളയ്ക്കെതിരെ പിന്തുണ അറിയിക്കുന്നതിനൊപ്പം AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ട്രഷറർ അജയ് മാക്കൻ എന്നിവരുടെ ഒപ്പോടുകൂടിയ സർട്ടിഫിക്കറ്റും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ലഭിക്കും. വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സത്യവാങ്മൂലം തെളിവുകൾ നൽകിയാൽ പരിഗണിക്കാവുന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്തുണ തേടി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. രാഹുലിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ കൂടുതൽ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. BJPക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്യുക വഴി തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ സഖ്യ തീരുമാനം. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് തിങ്കളാഴ്ച പ്രതിപക്ഷ പാർട്ടികളുടെ MPമാർ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തെരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രാഹുൽ പുറത്തുവിട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർത്തതിലും അധികം വോട്ട് കഴിഞ്ഞ 5 മാസം കൊണ്ട് ചേർത്തതായി രാഹുൽ ആരോപിച്ചിരുന്നു. ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട്. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയരുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. CCTV ദൃശ്യങ്ങളടക്കം 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ നശിപ്പിച്ചത്. ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾക്കിടെ 1 കോടി പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടുവെന്നും രാഹുൽ പറഞ്ഞു. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ബംഗളൂരു സെൻട്രലിലെ മഹാദേവപുര മണ്ഡലമായിരുന്നു. ഇവിടെ വിശദമായ പരിശോധനയാണ് നടത്തിയതെന്നും മണ്ഡലത്തിൽ 1,250,000 വോട്ട് BJP മോഷ്ടിച്ചുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഈ മണ്ഡലത്തിലെ ലോക്സഭയിലെ BJPയുടെ ഭൂരിപക്ഷം 32,707 ആയിരുന്നു. ഇവിടെ BJPക്ക് 1,14,046 വോട്ട് ഭൂരിപക്ഷമുണ്ട്. ഒറ്റ നിയമസഭാ മണ്ഡലത്തിന്റെ ബലത്തിലാണ് ആ ലോക്സഭാ സീറ്റ് BJP പിടിച്ചത്. ഇവിടെ ഒരു വോട്ടറുടെ പേര് 4 ബൂത്തുകളിലുണ്ട്. ഇങ്ങനെ നിരവധി വോട്ടർമാരാണുള്ളത്. ഒരാൾ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുണ്ട്. വ്യാജവിലാസങ്ങൾ 40,000-ന് മുകളിലാണ്. പലരുടെയും അച്ഛന്റെ പേര് അക്ഷരങ്ങൾ മാത്രമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു.